നമസ്കാരം. കേരളവും ബംഗാളും സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന വിദേശകാര്യത്തിൽ കൈകടത്തുന്നു എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആരോപണം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു പ്രസംഗവും വിദേശ സഹകരണത്തിന് വേണ്ടി കെ വാസുകിയെ നിയമിച്ച കേരള സർക്കാർ തീരുമാനവുമാണ് ഈ പ്രതികരണത്തിന് പിന്നിൽ ഉണ്ടായത്. കേരളവും ബംഗാളും അതിര് കടന്നു. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP വക്താവ് RS രാജീവ്, കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക്. അനിൽകുമാർ, ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ബംഗാളിനെയും കേരളത്തെയും. വിദേശകാര്യം കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടതാണ്, അത് കൺകറന്റ് ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ പെട്ട കാര്യമല്ല, അത് മറക്കരുത് എന്ന് പറയുന്നു. കേരളത്തെ സംബന്ധിച്ച് വാസുകി എന്നൊരു IAS ഓഫീസറെ വിദേശ സഹകരണത്തിന് വേണ്ടി നിയമിച്ച തീരുമാനമാണ് അതിന് കാരണം. അത് ഈ ഫെഡറൽ തത്വങ്ങളുടെ അതിര് കടക്കുന്ന ഒരു നിയമനമാണ്. അല്ല, അവസാനത്തെ ചോദ്യം അല്ല ശരി. കേന്ദ്രാധികാരത്തിൻ്റെ അതിര് കടക്കുന്ന നിയമനമാണോ എന്നുള്ളതാണ് ശരിയായ ചോദ്യം. അല്ലെങ്കിൽ ഫെഡറൽ തത്വങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു സംസ്ഥാന സർക്കാരിന് അങ്ങനെ കേന്ദ്രാധികാരത്തിലുള്ള യൂണിയൻ ലിസ്റ്റിലെ 7ാമത്തെ വിഭാഗത്തിലെ 10ാമത്തെ ഐറ്റത്തിൽ ഇടപെടാനുള്ള അധികാരമുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഒന്നാമതായി പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലമായി അധികാരത്തിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ എല്ലാ ദിവസവും തങ്ങൾക്കില്ലാത്ത അധികാരങ്ങൾ ഓരോ മേഖലയിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തങ്ങൾക്ക് കരഗതമല്ലാത്ത അധികാരം മറ്റാളുകളുടെ മേലെ പ്രയോഗിക്കുക മാത്രമല്ല, സംസ്ഥാന നിയമസഭകളുടെ മേലെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ഗവർണറും രാഷ്ട്രപതിയും മുതിർന്നതിനെതിരായി കേരളം കേന്ദ്രത്തിൽ സുപ്രീം കോടതി നൽകിയ കേസിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല, അധികാരപരിധി കടന്നുപോയി എന്ന് പല തവണ കേന്ദ്ര സർക്കാരിൻ്റെ പകുതിയായ ഗവർണറെ സുപ്രീം കോടതി താക്കീത് ചെയ്തത് നമ്മുടെ നാടിന് മുമ്പിലുണ്ട്. ഇന്നലെ തന്നെ BY ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 8-അംഗ ബെഞ്ചിലെ ഒരു വിധിന്യായം, ആ വിധിന്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തുള്ള ഖനനം, ആ ഖനനത്തിനകത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് ഫെഡറൽ തത്വങ്ങൾ പ്രകാരമുള്ള അധികാരങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അവകാശം. ആ അവകാശത്തിന് മേൽ ഒരു നിയമനിർമ്മാണം നടത്തി തടയാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമില്ല. എന്തുകൊണ്ടാണിത് വന്നത്? ഫെഡറലിസത്തിനെതിരെ എല്ലാ ദിവസവും എന്ന പോലെ കേന്ദ്ര സർക്കാർ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്ത്യ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ അതിനെ കഴുത്ത് മുറിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈയിടെ പാസ്സാക്കിയത്. ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുകയാണ്. കാര്യം ഇന്ത്യയുടെ ഗതികേട് കൊണ്ടാണെങ്കിലും ബീഹാർ, ആന്ധ്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഫെഡറലിസത്തിനകത്ത് സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനം പാടില്ല, പച്ചയായ വിവേചനം. അതാണ് ഇന്ത്യ രാജ്യത്തെ സർക്കാർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങളുടെ മേലെ കടന്നാക്രമണം നടത്തുക, സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനം കാണിക്കുക എന്നത് ഒരു ശീലമാക്കിയ രാഷ്ട്രീയ പരിപാടിയാക്കിയ BJPക്കാർ വളരെ വേഗം ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിനകത്തെ 7ാമത്തതും അതുപോലെ തന്നെ 7ാം പട്ടികയിലെ 10ാമത്തെ ഐറ്റം ഒന്ന് ഓർപ്പിച്ചത് നന്നായി. പക്ഷേ ഇത് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുകയാണ്, ഫോറിൻ സർവീസ് എന്ന് പറയുന്ന IAS ആണോ IFS ആണോ? നമ്മുടെ നാട്ടിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് IFSകാർ കൈകാര്യം ചെയ്യുന്ന വിദേശ നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതേസമയം സഹകരണം എന്ന് പറയുന്ന ആര് കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്? എന്താണ് സഹകരണത്തിൻ്റെ പ്രശ്നം? വിദേശ രാജ്യത്ത് ഒരാൾ മരണമടഞ്ഞു, നമുക്ക് ആ ബോഡി ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുവരണം. സാങ്കേതികത്വത്തെ മറികടന്ന് കൊണ്ടുവരാൻ വേണ്ടി സഹകരണങ്ങൾ ആവശ്യമല്ലേ? അതെങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ വിഷയത്തിനകത്ത് പ്രധാനമായും അറിയുക? ഇന്നലെ മലയാള മനോരമ നടത്തിയിട്ടുള്ള ഒരു ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്തേക്ക് വരുന്ന വിദേശ പണത്തിൻ്റെ 20% പണം വരുന്നത് മലയാളികളുടെ പക്കലേക്കാണ്, കേരളത്തിലേക്കാണ്. അതിനർത്ഥം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം ഉണ്ടാക്കിത്തരുന്നൊരു സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ, മലയാളിയുടെ ജീവിതാവശ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഇടപെടൽ വേണ്ടി വരും.
ആ ഇടപെടൽ ആരോട് നടത്തണം? നിയമാനുസരണം നടത്തണം. നിങ്ങൾക്കൊരു വിദേശ കോൺസുലേറ്റ് പോയി സംസാരിക്കുന്നതിന് കുറ്റമുണ്ടോ? നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം അനുവദിക്കുന്നില്ലേ? ഒരു വിദേശ പകുതിയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്നില്ലേ? അങ്ങനെ പോകുന്നയാൾ രാജ്യത്തിൻ്റെ പ്രതിനിധിയല്ല എന്ന് അത് കേൾക്കുന്നവർക്കറിയാമല്ലോ. മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക. ഉദാഹരണമായിട്ട് കേരളത്തിൽ നിന്ന് പോയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഷാർജയുടെ ഭരണാധികാരിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ ജയിലിൽ കിടന്നൊരു 104 ഇന്ത്യക്കാരുടെ മോചനം സാധ്യമാക്കി. ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ അത് നയതന്ത്രമായിട്ട് എന്താ ബന്ധം? ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു താല്പര്യങ്ങളും ഹനിക്കുന്നില്ല. മാത്രമല്ല, വിദേശ മൂലധനം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മൂലധനത്തിൻ്റെ ഭാഗമായി ടാക്സിൽ കേന്ദ്ര സർക്കാർ മിനിങ്ങാന്ന് ഭേദഗതി വരുത്തി. ഈ വിദേശ മൂലധനം എവിടെയാണ് കൊണ്ടിറക്കേണ്ടത്? ബീഹാറിലും അതുപോലെ തന്നെ ആന്ധ്രയിലും മാത്രം ഇറക്കിയാൽ മതിയോ? ഗുജറാത്തിൽ മാത്രം ഇറക്കിയാൽ മതിയോ? കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അത് വരുന്നതുമായി ബന്ധപ്പെട്ട് സംഭാഷണം നടത്താൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട സംവിധാനം വേണ്ടേ? മുമ്പ് കേരളത്തിൽ വേണു രാജാമണി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം മറ്റൊരു IAS ഉദ്യോഗസ്ഥ അവരെ ഇത് ബന്ധപ്പെടുന്ന പോയിൻ്റാണവർ, ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെടാനുള്ള പോയിൻ്റാണ് എന്ന് ആളുകളോട് പറയുന്നൊരു ഉത്തരവ് അത് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ലാത്ത നിലപാടാണ് കേരളം സ്വീകരിച്ചതെന്ന് ചീഫ് സെക്രട്ടറി ശ്രീ വേണു വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ആരെങ്കിലും പ്രീണിപ്പിക്കാനോ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ എന്തെങ്കിലും ഒരു വാറോല ഇറക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ പരിഗണിക്കാൻ പോകുന്നില്ല. 4 ആൾ കേട്ടാൽ വളരെ ലജ്ജാകരമായൊരു വിശദീകരണമാണ് കേന്ദ്രത്തിലെ വിദേശകാര്യ വകുപ്പിന് വേണ്ടി ഒരു വിശദീകരണം. അനാവശ്യമായി കാളപ്പെറ്റൂന്ന് കേട്ടപ്പോൾ കയറെടുക്കരുത്, കാളപ്പെറ്റൂന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പുറപ്പെടരുതായിരുന്നു, അപമാനകരമായി പോയി. ശരി, ശ്രീ രാജീവ്, നോർക്ക ചെയ്യുന്ന ജോലി, നോർക്കയുടെ സെക്രട്ടറി ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു ചുമതല കൂടി വാസുകിയെ ഏൽപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ. അങ്ങനെ ചെയ്യുന്നത് ഈ വിദേശകാര്യം ഞങ്ങൾ കേന്ദ്രമാണ് നോക്കുന്നത്, അതിലേക്കുള്ള കടന്നുകയറ്റമായിട്ടൊക്കെ വിദേശകാര്യ മന്ത്രാലയത്തിനും BJP നേതാക്കൾക്കും തോന്നുന്നത് എന്തുകൊണ്ടാണ് രാജീവ്? അല്ല, ഇവിടെ ഭരണം നടക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 246 പ്രകാരവും ആ ഷെഡ്യൂളിലെ 10ാമത് ഇനമായിട്ട് കൊടുത്തിട്ട് വിദേശകാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെയാണ്. 3 ലിസ്റ്റുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താം. പക്ഷേ അതിൽ വൈരുദ്ധ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ആ നിയമമേ പ്രാബല്യത്തിൽ വരുമെന്നുള്ള ഇക്കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നോർക്കയുടെ സെക്രട്ടറി ആയിട്ടല്ല ഈ വാസുകി IASനെ നിയമിച്ചിട്ടുള്ളത്. ഇവിടെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ എംബസികളുടെ കൂട്ടരും നമുക്കറിയാമല്ലോ. എംബസികളുടെ ഇദ്ദേഹം പറഞ്ഞ കണക്ക് ആ ചാനൽ വഴി പോയതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും എന്തിന് ശിവശങ്കർ അകത്തായുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാര പരിധിക്ക് അപ്പുറത്തുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഭരണഘടനാപരം ലംഘനമാണ്, നഗ്നമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 1. 2 എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വാസുകിയെ നിശ്ചയിച്ചത് നോർക്കയിൽ ആളില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇന്നലെ വരെ നടന്ന നോർക്കയുടെ ഏകോപനം ശരിയല്ല എന്നുള്ളതല്ലേ? ഇന്നലെ വരെ നടന്ന കേരള ഹൗസിൻ്റെ ഏകോപനം ശരിയല്ല എന്നുള്ളതല്ലേ? കേരളത്തിലെ ക്യാബിനറ്റ് റാങ്കോട് കൂടി കൊണ്ടിരുത്തിയിരിക്കുന്ന KV തോമസ് പരാജയം എന്നുള്ളതല്ലേ? അങ്ങനെ 3 മിഷണറിമാരെ കൊണ്ടിരുത്തിയിട്ട് പരാജയമാണെന്നെങ്കിൽ അവരെ ആദ്യം പിരിച്ചുവിടട്ടെ. അവരെ പിരിച്ചുവിട്ടിട്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഇദ്ദേഹത്തെ വെക്കട്ടെ. ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന മാലിന്യ പ്രശ്നമാണ്. അതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരാളെ വയ്ക്കാത്തതായി സർക്കാർ. അപ്പോൾ ഈ സർക്കാർ എന്ന് പറയുന്നത് ഭരണഘടനയെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ഒരാളെ നിശ്ചയിക്കും. ഏതാണ്ട് 10ാം ഇനത്തിൽ പറയുന്ന 7ാം ഷെഡ്യൂളിൽ പറയുന്ന 97 ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിലും സെക്രട്ടറി. ഇവിടെ എന്തൊരു സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള പ്രധാനമന്ത്രി ചമയലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത്. അവിടെ ഭരണഘടനയില്ല. നാഴികയ്ക്ക് 40 വട്ടം ഫെഡറൽ എന്ന് പറയുമ്പോൾ ആ ഫെഡറൽ സംവിധാനത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാർ ഏത് വിധേനയും ഞങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നത്, ഇപ്പം കിഫ്ബി ആയിരുന്നാലും എല്ലാവരും നമുക്കറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു വരുന്ന ബഡ്ജറ്റ് കേരളത്തിനകത്ത് വെച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 14 ജില്ലകൾക്കും കൊടുക്കുന്ന പേര് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കേരളത്തിന് ആവശ്യത്തിന് അധികം കിട്ടി. അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ഈ ഉത്തരവ് വാസുകിയെ നിയമിച്ചിട്ടുള്ള ഉത്തരവ് അങ്ങ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഉത്തരവിൽ എവിടെയും ഫോറിൻ അഫയേഴ്സ് എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. പകരം
ഫോറിൻ കോഓപ്പറേഷൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് വിദേശത്ത് ചില സഹകരണങ്ങൾ സംസ്ഥാനത്തിന് ആവശ്യമായി വരും. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാരാളം മലയാളികൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച പല പരാതികളും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയണം. അതിനൊരു ഉദ്യോഗസ്ഥൻ വേണം. അതിലെന്താണ് തെറ്റ്? അതാണല്ലോ ഞാൻ കേട്ടത്. KV തോമസിന് എന്തിനാ ക്യാബിനറ്റ് റാങ്കോട് കൂടി ഖജനാവിന്റെ പണം കൊടുത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്? അത് വിദേശകാര്യം നോക്കാനല്ലല്ലോ. അത് കേന്ദ്ര സർക്കാരുമായുള്ള ലൈസന് വേണ്ടിയല്ലേ? അത് കേന്ദ്ര സർക്കാരുമായുള്ള ലൈസന് വേണ്ടിയല്ലേ? അല്ലെ, നിങ്ങൾ പറഞ്ഞ വിദേശ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. വിദേശകാര്യം നോക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് വിദേശകാര്യ വകുപ്പുണ്ട്. ഇത് വിദേശകാര്യ ഫോറിൻ അഫയേഴ്സ് അല്ല രാജീവ്. ഞാൻ ഉത്തരവിൽ അതേ വാക്ക് ഉപയോഗിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ഫോറിൻ അഫയേഴ്സ് എന്ന വാക്കല്ല അതിൽ ഉപയോഗിച്ചത്, ഫോറിൻ കോഓപ്പറേഷൻ എന്നാണ്. എംബസികളുടെ കാര്യം നോക്കാൻ എന്ത് അവകാശമാണുള്ളത്? എംബസികളുടെ കാര്യം നോക്കാൻ എംബസികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ എംബസികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് രാജീവ്. അത് എന്ത് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്? ഒരു കമ്മ്യൂണിക്കേഷൻ എംബസിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് എംബസിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിനാണ് ജയിലിൽ പോയത്? കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ടല്ലേ? എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടത്തിയത്? അത് രാജീവ് പറയുന്നത് കേരളം ഒഴികെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഒരു സംസ്ഥാന സർക്കാരുകളും വിദേശ എംബസികളുമായോ വിദേശ രാജ്യങ്ങളുമായോ യാതൊരു കമ്മ്യൂണിക്കേഷനോ സഹകരണമോ നടത്തുന്നില്ല എന്നാണോ? വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം ലംഘിച്ചുകൊണ്ട് ഒരു സെക്രട്ടറിയെ നിയമിക്കുന്നത്. ആ സെക്രട്ടറിയെ നിയമിക്കുന്നതിന്റെ അർത്ഥം എന്താ അർത്ഥം? അപ്പൊ വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി നാളെ അവർ പ്രതിരോധ വകുപ്പിന്റെ സെക്രട്ടറി നിൽക്കൂലേ? നാളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമോനായിട്ടുള്ള റിയാസ് ആണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അദ്ദേഹത്തെ പിടിച്ച് വിദേശകാര്യ മന്ത്രിയാക്കുമോ കേരളത്തിനകത്ത്? ഇല്ലല്ലോ. അപ്പൊ ഒരു ഭരണഘടനാപരമായിട്ടുള്ള തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഞാൻ അതല്ലേ കേൾക്കുന്നത്. പിന്നെ എന്തിനാണ് നോർക്ക വെച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയുമായി ബന്ധപ്പെടാമല്ലോ, വിദേശകാര്യ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടാമല്ലോ. ശരി, അതല്ലേ ഇന്നലെ വരെ നടന്നിട്ടുള്ളത്. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ രാജീവ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നോർക്കയുടെ സെക്രട്ടറി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ പുതിയ സെക്രട്ടറിയെ നിയമിക്കുക, അല്ലെങ്കിൽ നോർക്കയുടെ ചുമതല ഒരു സെക്രട്ടറി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം മറ്റൊരു വകുപ്പിന്റെ സെക്രട്ടറിക്ക് ഈ ഫോറിൻ കോഓപ്പറേഷൻ എന്ന ഒരു അധിക ചുമതല നൽകിയതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമെന്നാണ് രാജീവ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഭരണഘടനാ ലംഘനമാണോ? ഇവിടെ അജിംസെ, നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റായാലും സ്റ്റേറ്റ് ലിസ്റ്റായാലും യൂണിയൻ ലിസ്റ്റായാലും ഒക്കെ അതൊക്കെ പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും പോവുക എന്നുള്ളത് സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങളിൽ അർപ്പിതമായ ബാധ്യതയാണ്. അതിന് വിപരീതമായി ആര് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഈ ഒരു ഭരണഘടനക്കാണ് അത് പോറലേൽപ്പിക്കുന്നത്. ഇവിടെ കേരള സംസ്ഥാനം ഇത്തരത്തിലൊരു നിയമനം നടത്തുമ്പോൾ ചിലപ്പോൾ സതുദ്ദേശപരമായിട്ടായിരിക്കാം ചീഫ് സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ മുഖവിലക്കെടുത്താൽ. പക്ഷേ ഇത്തരത്തിലൊരു തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കുന്ന തരത്തിൽ അത് ചെയ്യുന്നത് അതത്ര അഭിലഷണീയമാണോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയരേണ്ടതുണ്ട്. പക്ഷേ സതുദ്ദേശപരമായിട്ടാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയും യൂണിയൻ ലിസ്റ്റിനെ അതിലംഘിക്കുന്ന യാതൊന്നും അതിലില്ല എന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാനം വളരെ കൃത്യമായി എത്തുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ലിസ്റ്റിൽ കടന്നു കയറാനോ യൂണിയന് സംസ്ഥാന ലിസ്റ്റിൽ കടന്നു കയറാനോ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇന്ത്യ രാജ്യത്തില്ല. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് വലിയ ചിരിയാണ് വരുന്നത്. കാരണം നിരന്തരമായിട്ട് സംസ്ഥാന ലിസ്റ്റിലേക്ക് കടന്നു കയറുന്ന ഫെഡറൽ വ്യവസ്ഥിതികളെ ലംഘിച്ചുകൊണ്ട് മാത്രം രാജ്യത്ത് 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അവരുടേത്. നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ രാജ്യത്തിൻ്റെ മൊത്തം റവന്യൂ വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം കുറക്കാൻ 14-ാം ധനകാര്യ കമ്മീഷനെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നൊരു ആരോപണം ഏറെക്കുറെ വിശ്വാസയോഗ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെസ്സും സർചാർജും നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന 2014 വരെ രാജ്യത്തിൻ്റെ മൊത്തം റവന്യൂ വിഹിതത്തിൻ്റെ 10% ഇന്നത് 26% ഉയരുകയും 2014 അപേക്ഷിച്ച് 133 ഇരട്ടി കൂടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, പ്രാദേശികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എടുക്കുന്ന വായ്പകളൊക്കെ ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെയൊക്കെ അവരുടെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സാമ്പത്തികമായ സംസ്ഥാനങ്ങളെ
സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നയത്തിലേക്ക് മാറിയൊരു സർക്കാർ, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണം പാസ്സാക്കുന്ന ബില്ലുകൾ മാസങ്ങളോളം തടഞ്ഞു വെച്ച് സുപ്രീം കോടതിയിൽ കാശ് കൊടുത്ത് വക്കീലിനെ വെച്ച് അവിടുന്ന് വിധി വാങ്ങിയിട്ട് വേണം ഇവിടെ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥിതിയൊക്കെ എത്രമാത്രം ചവച്ചു തുപ്പിയ ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ ലംഘനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 66 എണ്ണമാണല്ലോ സംസ്ഥാന ലിസ്റ്റിലുള്ളത്, കൺകറൻറ്റിൽ 47 എണ്ണമുണ്ട്. അപ്പോൾ ഇതൊക്കെ ലംഘിക്കുന്ന തരത്തിൽ കേന്ദ്രം ഇടപെടുന്നു. അപ്പോൾ കേന്ദ്രത്തിന് സമാനമായിട്ട് സംസ്ഥാനങ്ങളും ഇതിൽ മുതിർന്നു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ വലിയ താളപ്പിഴകൾ ഉണ്ടാകും. കേരള സർക്കാർ ഈ വിഷയത്തിൽ ഒരു യൂണിയൻ ലിസ്റ്റിനെ അതിലംഘിച്ചിട്ടില്ല എന്നൊരു വാദമുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം തെറ്റിദ്ധാരണക്കിടയാക്കിയ ഈ പേരുകളൊക്കെ ഒന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി കൃത്യമാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ നടത്തി ഒരു യൂണിയൻ ലിസ്റ്റിലേക്ക് കടന്നു കയറുന്നൊരു സംസ്ഥാനം എന്ന ദുഷ്പേരിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി അജിംസ് ഞാൻ പറയാനുണ്ട്. രസകരമായ കാര്യമാണ്. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് മ്യാൻമറിൽ സൈന്യം കടന്നു കയറിയപ്പോൾ അവിടെ നിന്ന് ചിൻ ഗോത്രക്കാർ മിസോറാമിലേക്ക് ഒഴുകിയെത്തിയത്. മിസോറാമിൻ്റെ മുഖ്യമന്ത്രി അവർക്ക് അവിടെ അഭയം നൽകി. അപ്പോൾ കേന്ദ്ര സർക്കാർ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇത് ചെയ്തിരിക്കും, കേന്ദ്രത്തിൻ്റെ തിട്ടൂര് ആവശ്യമില്ല എന്നാണ് അന്നത്തെ മിസോറാം മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് അവരുടെ ബയോമെട്രിക് രേഖകൾ കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ അവർ ഞങ്ങളുടെ ജനിതക സഹോദരന്മാരാണ് എന്നാണ് മിസോറാമിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അവസാനം മിസോറാമിൻ്റെ വഴിയിലേക്ക് കേന്ദ്രം വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ഇവർക്ക് I3, പൈ3, വേറെ ചിലയിടങ്ങളിൽ CH പറഞ്ഞ പോലെ I3, 15 ആവുന്ന തരത്തിലുള്ള ഭരണങ്ങളൊക്കെയാണ് ഈ രാജ്യത്ത് പുരോഗമിക്കുന്നത്. ഏതായാലും ഭരണഘടനയുടെ അന്തസ്സും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലും ചരിത്രത്തിന് മാതൃക കാട്ടി മുന്നോട്ട് പോകണമെന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഇവിടെ അടിവരയിടുകയാണ്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, 2 വിഷയങ്ങളും, അതായത് ബംഗാളിലെയും കേരളത്തിലെയും വിമർശന വിധേയമായ 2 വിഷയങ്ങളും വ്യത്യസ്ത തരത്തിലുള്ളതാണ്. മമതാ ബാനർജി ഒരു രാഷ്ട്രീയ റാലിയിൽ പ്രസംഗിക്കുമ്പോൾ ബംഗ്ലാദേശിലെ അൺറസ്റ്റ് മൂലമുണ്ടായിട്ടുള്ള അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങൾ അഭയം നൽകും എന്ന് ധ്വനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചു. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്കെന്നല്ല, ഞങ്ങളുടെ വാതിലിൽ മുട്ടുന്ന ആരെയും ഞങ്ങൾ കൈവിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ പറയുന്നു അതൊരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസംഗമായിരിക്കാം, വോട്ട് ബാങ്കിനെ പ്രീണിപ്പെടുത്താനായിരിക്കാം. പക്ഷെ അതൊക്കെ എന്താണ്, അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കാൻ മമതയ്ക്ക് ആരധികാരം നൽകി എന്നൊക്കെയാണ് BJP തിരിച്ചു ചോദിക്കുന്നത്. അതൊരു പ്രസംഗമാണെങ്കിൽ ഇവിടെ ഒരു നിയമനമാണ്. നോർക്കയുടെ തലപ്പത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ നോർക്കയിൽ പുതിയ ആളെ നിയമിക്കാതെ പകരം മറ്റൊരു വകുപ്പിൻ്റെ സെക്രട്ടറിക്ക് അധിക ചുമതല നൽകുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. അതെ, അത് നേരത്തെ താങ്കൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ CPM-ന്റെ പ്രതിനിധി ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ വേറെ പല ഇൻസിഡൻസ് ഫെഡറലിസത്തിന് എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് അതിനെതിരായിട്ട് നിൽക്കുന്നത്, സുപ്രീം കോടതി ഇന്നൊരു കേസിലും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ കേസിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്ത കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചു. അതെല്ലാം ശരിയാണ്. അത് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ പ്രശ്നം, ആദ്യം കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. കേരളം നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഭരണഘടന പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉള്ള 10ാമത്തെ ഐറ്റമാണ് ഫോറിൻ റിലേഷൻസ്. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഡൊമൈനാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള വിഷയമാണ്. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു റോളും ഇല്ല. കൺകറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു അവകാശവുമില്ല. അപ്പോൾ ഈ നോമൻക്ലേച്ചർ ആരെ പറ്റിക്കാനാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഇങ്ങനെ യാതൊരു അധികാരവും ഇല്ല എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ കോപ്പറേഷൻ എന്നുള്ള പേര്? ഇതുവരെ എങ്ങനെയാണ് ഈ വെളിയിൽ പോകുന്ന മലയാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ശശി തരൂർ MP പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഭരണഘടനാപരമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു വകുപ്പ് എവിടെ നിന്നാണ് ഇവർക്ക് അധികാരം കിട്ടിയതെന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അധികാരമില്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു വിലയുമില്ല. അത് വെറുതെ കടലാസിൽ എഴുതി വെച്ചതുപോലെയാണ്, അതിന് യാതൊരു വിലയുമില്ല. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ സെക്രട്ടറി അത് പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റുകൾ സെൻട്രൽ ലിസ്റ്റിലുള്ള സബ്ജക്റ്റിൽ കടന്നു കയറരുതെന്ന് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയിൽ നമ്മുടെ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം പറയുന്നത് പാർട്ട് 2-ലാണ്. ചാപ്റ്റർ 2 അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പറയുന്നു.
അതിൽ ആർട്ടിക്കിൾ 256 പറയുന്നത് പാർലമെന്റ് ഏതെങ്കിലും നിയമം പാസ്സാക്കിയാൽ അല്ലെങ്കിൽ പാർലമെന്റിന് നിയമം പാസ്സാക്കാൻ അധികാരമുള്ള വിഷയങ്ങളിൽ സ്റ്റേറ്റ് ആ പാർലമെന്ററി നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഡയറക്ഷൻസിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്റ്റീവ് കൊടുക്കാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനായിട്ട് ആർട്ടിക്കിൾ 256 പറയുന്നു. അതിനി അത് അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 365 അനുസരിച്ചിട്ട് ആ ഡയറക്ഷൻസ് ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ് ആയിട്ട് കൂട്ടാമെന്ന് ആർട്ടിക്കിൾ 365 പറയുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം തകർന്നിരിക്കുന്നു എന്ന് കൂട്ടിയാൽ അടുത്തത് 356 അനുസരിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും കഴിയും. ആ നിലയിലേക്കൊന്നും പോകാതെ ഇത് ഇപ്പം മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞാൽ ഇതൊരു തമാശയായിരുന്നു, ഇത് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ചെയ്തതാണ്, ഞങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന് ഒരു റെയിൽവേ വകുപ്പുണ്ട്, ആ ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട്. അത് ഈ പറയുന്ന കടന്നുകയറ്റത്തിൽ പെടുമോ? റെയിൽവേയുടെ ഏതാണ് ലാൻഡിന്റെ കാര്യമാണ് പറയുന്നത്? അല്ല, റെയിൽവേ എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ നമുക്ക് സംസ്ഥാനത്തുണ്ട്, അതിനൊരു മന്ത്രിയുമുണ്ട്. റെയിൽവേയുടെ ഏത് നിയമങ്ങളാണ്, ഏത് കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തൂടെ കടന്നു പോകുന്ന റെയിൽപാതകൾ, നമ്മുടെ സംസ്ഥാനത്തിനകത്തൂടി കടന്നു പോകുന്ന റെയിൽപാതകൾ, ട്രെയിനുകൾ, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് കേന്ദ്രത്തെ കൊണ്ട് നടത്തിച്ചെടുക്കുക, അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടക്കുക, അതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ മന്ത്രി ചെയ്യുന്നുണ്ട്. ഈ അതിൻ്റെ വിഷയങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഡയറക്റ്റീവ് കൊടുക്കുകയാണെങ്കിൽ, എക്സ്ക്ലൂസീവ് സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഒരു വിഷയത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും നിയമങ്ങൾ പാസ്സാക്കുന്നു, ഇങ്ങനെ പാസ്സാക്കാനുള്ള ഒരു അവകാശമില്ല എന്ന് ഇന്ന് ഡയറക്റ്റീവ് കൊടുക്കുകയാണ്. ഇതിനെ വിമർശിക്കുന്ന സകല ആളുകളും പറയുന്നത് ഈ നിയമനിർമ്മാണത്തെ കുറിച്ചാണ്. ഇവിടെ നിയമനിർമ്മാണം നടന്നിട്ടില്ല. കേരള സംസ്ഥാന അസംബ്ലി ഒരു നിയമവും വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അതിനൊരു വകുപ്പില്ല. പകരം സംസ്ഥാനത്തിന് വിദേശ രാജ്യങ്ങളുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ്, അത്തരം സഹകരണങ്ങൾ, പലതരത്തിലുള്ള ഡെലിഗേഷൻ സ്വീകരിക്കൽ തുടങ്ങി പല കാര്യങ്ങളും അത് നോക്കാനൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. കേരള ഗവൺമെന്റിന് അങ്ങനെ യാതൊരു അധികാരവുമില്ല. താങ്കളുടെ അറിവിലേക്ക് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് എപ്പോഴും കോ എക്സ്റ്റെൻസീവ് വിത്ത് ദി ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയും. അതായത് ഒരു സഭയ്ക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ടോ ആ വിഷയങ്ങളിൽ മാത്രമേ ഭരണപരമായ അധികാരങ്ങളുള്ളൂ. അപ്പോൾ കേരള ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാൻ അധികാരമില്ലാത്ത ഒരു വിഷയത്തിൽ ഭരണപരമായിട്ടുള്ള അധികാരങ്ങളില്ല. സെൻട്രൽ ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാനായിട്ട് സ്പെസിഫിക്കലി ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒരു വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. ഇതുവരെ കേരള ഗവൺമെന്റ് എങ്ങനെയാണ് ചേരുന്നത് അതുപോലെ ചെയ്യാം. നേരത്തെ ശ്രീ വേണു രാജാമണിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് എന്ത് പോസ്റ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്, ആ നോമൻക്ലേച്ചർ മാറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ യാതൊന്നും ഇല്ല. എന്തിനാണ് ഈ പേര് മാറ്റി കൊടുത്തത്? ഇത് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പല ഗവൺമെന്റുകളും ഇൻക്ലൂഡിങ് പല പാർട്ടികൾ, ഓപ്പോസിഷൻ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരെല്ലാം എതിരായിരുന്നു, ഈ CAA-ക്ക് എതിരായിരുന്നു. അപ്പൊ കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കി, കേരളത്തിൽ ഇത് നടപ്പാക്കില്ല. ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ ഒരു അവകാശം ഉണ്ടോ? സുപ്രീം കോടതിയെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർലമെന്ററി ലോ ഉണ്ടെങ്കിൽ അത് കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പാലിക്കാൻ നിർബന്ധിതരാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനെപ്പറ്റി ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകളെ മുനിസിപ്പാലിറ്റിയാക്കി റെഡ്യൂസ് ചെയ്തു. അതിന് ഡോക്ടർ അംബേദ്കർ ഒരു മറുപടി പറയുന്നുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഫെഡറലിസം ഇന്ത്യയിൽ ഉണ്ട്. അത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, 2 യൂണിറ്റ് ആണ്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, മറ്റേത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ. ആ സെൻട്രലിനും സ്റ്റേറ്റിനും അവകാശങ്ങൾ, അധികാരങ്ങൾ വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെ അവകാശങ്ങളാണ്? നിയമം നിർമ്മിക്കാനുള്ളത്, അത് പാർലമെന്റിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാം, നിയമസഭകൾക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാം. ഈ അവകാശങ്ങൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്നു. എക്സിക്യൂട്ടീവ് പവറും വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഒരു സാധാരണ നിയമം വഴിയല്ല, ഭരണഘടനയിൽ തന്നെയാണ് അത് വിഭജിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വിഭജിച്ചു കൊടുക്കുമ്പോൾ ആ ഭരണഘടന ഫെഡറലാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ രാജ്യത്തിന് ഈ കൂടുതൽ അവകാശങ്ങൾ, റെസിഡ്യൂറി പവർ എന്ന് പറയും, അത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അത് അദ്ദേഹം എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഈ സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. ഇതാണ് നമ്മുടെ ഭരണഘടന. ഇനി ഒരു കാര്യം കൂടി, അമേരിക്കൻ ഭരണഘടനയിൽ ഒരുപാട് ഫെഡറൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഭരണഘടനയാണ്. അവിടെ പോലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വിദേശകാര്യത്തിൽ സ്വതന്ത്രമായിട്ടുള്ള നയം രൂപീകരിക്കാനുള്ള അവകാശമില്ല. അത് എക്സ്ക്ലൂസീവായിട്ട്
അവിടുത്തെ കേന്ദ്രത്തിന്റെ ഫെഡറൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. അതേപോലെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പൊ ഈ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ വരൂ എന്ന അങ്ങയുടെ വാദം മുഖവിലക്കെടുത്താൽ നോർക്ക എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടിയുണ്ട് നമുക്ക്. നോർക്ക, നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് അഫയേഴ്സിന്റെ ഒരു വകുപ്പുണ്ട്. അത് വിദേശത്തുള്ള മലയാളികളുടെ കാര്യങ്ങൾ പോലും നോക്കുന്ന ആ വകുപ്പാണ്. അത് ഭരണഘടനാ വിരുദ്ധമാവുമോ? ഭരണഘടനാ വിരുദ്ധമല്ല. ഈ കാര്യങ്ങൾ ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ തന്നെ പറയും. നേരത്തെ വേണു രാജാമണി ഈ അഫയേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങളാണ് നോക്കുന്നത്? ഡയറക്ട്ലി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ഈ രീതിയിലാണ് ഭരണം നടത്തിക്കൊണ്ടു പോകേണ്ടത്, അതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം എന്നൊരു നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. അതല്ലാതെ കേരളത്തിന് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പുതുതായിട്ടൊരു അല്ലെങ്കിൽ ഒരു പദവി സൃഷ്ടിക്കുന്നു, അതിൽ എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. താങ്കൾ പറഞ്ഞതുപോലെ നിയമമില്ല. പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു ഇന്ന കാര്യങ്ങൾ നോക്കാൻ. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് പറയുന്നു. ചെയ്യരുതെന്ന് പറയുമ്പോൾ അതൊരു റിട്ടേൺ ഓർഡർ ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് മാറ്റുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പാലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഭരണഘടനാപരമായിട്ട് ബാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഭരണഘടനയിൽ തന്നെ ഉള്ള വകുപ്പാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് എപ്പോഴും ലെജിസ്ലേറ്റീവ് പവറിന്റെ എന്തൊക്കെ അവകാശമുണ്ടോ അതിന്റെ പുറത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സേ ഉള്ളൂ. ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ടൊരു ഭരണഘടന ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് പഴയ കാശ്മീർ. ആ കാശ്മീരിന്റെ ഭരണഘടനയിൽ പോലും എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ സബ്ജക്റ്റ് ആയിരുന്നു. അത് ഇന്ത്യ ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ ആ അവകാശം. അതില് ജമ്മു കാശ്മീരിന് പോലും സ്വതന്ത്രമായിട്ട് വേറെ രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. പക്ഷെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണോ ഇപ്പൊ ഈ ചെയ്യുന്നത്? അന്ന് ശ്രീ സവർക്കറൊക്കെയാണ് അതിന് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണോ ഇപ്പോഴത്തെ ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കൂടി വ്യക്തമാക്കിയേർക്കൊള്ളാം. കാരണം അങ്ങനെ ഭരണഘടനാപരമായിട്ട് ഇല്ലാത്ത ഒരു അവകാശം എങ്ങനെയാണ് ഇത് എടുത്ത് കാണിക്കുന്നത് എന്നൊട്ടും വ്യക്തമല്ല. ഇനി അടുത്തത് താങ്കൾ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററുടെ കാര്യം ചോദിച്ചു. അതില് ബംഗ്ലാദേശ് പ്രതിഷേധം രേഖപ്പെടുത്തി. ബംഗ്ലാദേശിന്റെ പ്രതിഷേധം ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു. ഗവൺമെന്റ് അത് പബ്ലിക്കായിട്ട് പറഞ്ഞു ഞങ്ങൾ ബംഗ്ലാദേശ് ഗവൺമെന്റിൽ നിന്ന് പരാതി സ്വീകരിച്ചിരിക്കും. യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു ചീഫ് മിനിസ്റ്റർക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കഴിയുന്നത്? അത് ഭരണഘടനാപരമായിട്ട് നടക്കാത്ത ഒരു കാര്യമാണ്. റെഫ്യൂജീസിന് അഭയം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടത്. കാരണം ഈ കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സിന് അവർക്ക് തോന്നിയതുപോലെ ഭരണഘടനയിൽ ഇല്ലാത്ത അവകാശങ്ങൾ ഞങ്ങൾ വിനിയോഗിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാൻ യാതൊരു നിയമപരമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു തത്വം, നിയമതത്വം, നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഭരണകൂടത്തിന്, ഒരു സർക്കാരിന് ഭരണപരമായ അധികാരം ലഭിക്കുന്നുള്ളൂ, നിയമനം നടത്താനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നിരിക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രിയുടെ ആ വകുപ്പാണ്. നോർക്ക റൂട്ട്സ് ആണ്. ഇപ്പോൾ കെ വാസുകിയുടെ നിയമനവുമാണ്. ഇതിനെയൊക്കെ എങ്ങനെ ഭരണഘടനാപരമായി നിയമപരമായി നിങ്ങൾ ന്യായീകരിക്കും? എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഓരോരുത്തർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് നയതന്ത്ര കാര്യങ്ങളിൽ. അങ്ങനെ ബന്ധപ്പെടാൻ IAS-കാരനെ വെക്കൂ, ആരെങ്കിലും വിവരമുള്ളവർ. അല്പമെങ്കിലും ജ്ഞാനം വേണ്ടേ? നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട തൊഴിൽപരമായ പ്രശ്നങ്ങൾ വരും, എംപ്ലോയ്മെൻറ്റ് തട്ടിപ്പുകൾ വരും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം? അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യ രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് വഴിയാണ് പോകേണ്ടതെങ്കിൽ ആ വകുപ്പിനെ സമീപിക്കേണ്ട സംവിധാനം വേണ്ടേ? അതിന് കേരളത്തിലെ എല്ലാ ചീഫ് സെക്രട്ടറി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കണം, എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും എഴുതിക്കൊണ്ടിരിക്കണം. അത് ഒരു കോൺടാക്റ്റിംഗ് പോയിൻ്റാണ് ഇപ്പോൾ വാസുകിയെ നിയമിച്ചത്. അവരാണത് ഒറിജിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് ഏതാണോ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം അവർ പൊക്കോളും. അത് ആർക്കെങ്കിലും വിഷമമുണ്ട് അത് പ്രവർത്തിക്കുമ്പോൾ കാണിച്ചു തരാം. അതിനു പകരം പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞിട്ട് നിയമസഭ സർക്കാരിനെ പിരിച്ചുവിടും. 59-ൽ EMS-ൻ്റെ സർക്കാരിനെ വിമോചന സമരത്തിലൂടെ പിരിച്ചുവിട്ട് ജൂലൈ 31-ാം തീയതി ആയിരുന്നു. നല്ല ഓർമ്മ. എവിടെ വരെ പോയി ഓരോരുത്തരും മനോരഥത്തിൽ കയറി. ഇനി ഈ വിദേശകാര്യം എന്നൊക്കെ കേട്ട ഉടനെ നമ്മൾ വല്ലാണ്ടങ്ങ് നെർവസ് ആകരുത് കേട്ടോ. അമേരിക്കയിൽ ഒരു തവണ കൂടെ ട്രംപ് സർക്കാരെന്ന് പ്രസംഗിച്ചൊരു പ്രധാനമന്ത്രി നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ലോകത്തങ്ങനെ ഒരാളുണ്ടോ? ലോകത്തൊരാൾ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന് വേണ്ടി ഇന്ത്യ രാജ്യത്തൊരു സമ്മേളനം നടത്തുക, എന്നിട്ടോ ഒരു തവണ കൂടി ട്രംപ് സർക്കാർ അമേരിക്ക വരണം. ആരാ പറഞ്ഞത്? ഇത്തരം ഇടപെടലുകൾ പാടില്ല എന്നാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത, അമേരിക്കയുടെ ഭരണഘടന അംഗീകരിക്കാത്ത, ലോകത്തെ ഒരു തരത്തിലുമുള്ള നയതന്ത്ര വ്യവസ്ഥയെ അംഗീകരിക്കാത്ത മാന്യതഘട്ട നടപടി നടത്തിയ ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പാകിസ്ഥാൻ. ഏത്? എന്നിട്ട് ഇവിടെ വലിയ ചർച്ചയാണ്, നീളത്തിൽ ചർച്ചയാണ്. ഭരണഘടന വ്യാഖ്യാനിക്കുന്നു, ഭരണഘടനാ വിദഗ്ധന്മാർ എഴുന്നള്ളിക്കുന്നു, എന്തെല്ലാം എഴുന്നള്ളിപ്പുകാരെവിടെ. എന്നിട്ട് കേരള സർക്കാരിനെ പിരിച്ചുവിടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനകത്ത് പാകിസ്ഥാനെ എത്ര തവണ ഈ പ്രധാനമന്ത്രി കോട്ട് ചെയ്തു? ഒരു ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രാജ്യത്തെ കോട്ട് ചെയ്യുന്നത് എന്ത് മര്യാദയാ? എന്നിട്ട് കേരളത്തിൽ പിണറായി വിജയൻ എന്തോ തെറ്റ് ചെയ്തു, അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ. നരേന്ദ്രമോദിക്കൊന്നും ഈ പറയണ പോലെ ഒരു തരത്തിലും ഈ ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ നയതന്ത്രവുമായി ബന്ധപ്പെട്ടോ മാന്യതയുടെ ലെവലേശമില്ലാത്ത ഒരാളാണ്. എന്നിട്ടോ കച്ചവടം. എന്താ ഇപ്പോഴത്തെ കച്ചവടം? ഉക്രൈനിൽ നിന്നും റഷ്യയുമായുള്ള ബന്ധത്തിനകത്ത് എണ്ണ കൊണ്ടുവന്ന് യൂറോപ്പിലേക്ക് എണ്ണ കൊടുക്കാൻ നരേന്ദ്രമോദി കൂടെ നിൽക്കുന്ന അംബാനിക്കും അദാനിക്കും സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഫോറിൻ അഫയേഴ്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അവിടെ ഇസ്രയേലിൽ പോയിട്ട് പെഗസസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ പെഗസസിലൂടെ ഇന്ത്യ രാജ്യത്തിനെതിരെ അത് പ്രയോഗിച്ച ഒരു ഭരണകൂടം. അവരെന്നിട്ട് മാന്യതയുടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേറൊരു മാന്യൻ ഇവിടെ പറയുന്നത് കേട്ടു കള്ളക്കടത്തിനെ കുറിച്ച്. നിങ്ങളുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ മുമ്പ്, ഒരു മുരളീധരൻ, ഏതാ ഇവിടുത്തെ ഒരു മന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? നയതന്ത്ര ചാനലിലൂടെ അല്ല കള്ളക്കടത്ത് നടന്നത്. എന്നിട്ട് ഇപ്പം എന്തായി കണ്ടെത്തിയത്? നയതന്ത്ര ചാനലിലൂടെയാണ് കള്ളക്കടത്ത് നടത്തിയത്. നയതന്ത്ര ചാനലിലൂടെ ശിവശങ്കരൻ കള്ളക്കടത്ത് നടത്തിയെന്നല്ല തെളിഞ്ഞത്. അത് മനസ്സിലാക്കണം, ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ എന്നാ ജയിലിൽ പോയി. എന്നിട്ട് എന്തിനാ ശിവശങ്കരൻ ജയിലിൽ പോയത്? ജയിലിൽ ബന്ധപ്പെട്ടു. എന്ത് ബന്ധപ്പെട്ടു? ഫോറിൻ അഫയേഴ്സ് ബന്ധപ്പെട്ടു. ഒരു ശിവശങ്കരനും ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധപ്പെട്ടത് ആരാന്ന് തെളിഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ടത് ആരാന്നുള്ളതിന് രേഖകളുണ്ട്. അവിടെയാണ് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് നയതന്ത്ര കാര്യാലയത്തിൻ്റെ മേൽവിലാസത്തിൽ സ്വർണ്ണം അയച്ചു കൊടുത്തിട്ട് അത് കള്ളക്കടത്ത് നടത്തിയ അറ്റാഷയെ വെളുക്കുന്നതിന് മുമ്പ് നാട് കടത്തിയ ഒരു മാന്യനാണ് നിങ്ങളുടെ പഴയ വിദേശകാര്യ സഹമന്ത്രി. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് വിളമ്പ് കാണിപ്പോൾ ഏതോ ശിവശങ്കരൻ്റെ പുണ്യാഹം. എന്നിട്ട് എന്താ പറയുന്നത്? മുഹമ്മദ് റിയാസിനെ കുറിച്ച്. മുഹമ്മദ് റിയാസ് എന്നും വിദേശത്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരവസരം കിട്ടിയ ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ അപമാനിക്കാൻ കുറേ പേര് കച്ചകെട്ടി ഇറങ്ങിയാലോ? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനം അന്തസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര ഇടപെട്ടതിന് എന്താ ന്യായം? ഇവിടെ ശ്രീ ആനന്ദ് പത്മനാഭൻ പറഞ്ഞപ്പോൾ എന്താ, പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞപ്പോൾ എന്താണ്? ഞാൻ വേറെ കാര്യമാണ് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞത് ഇതൊന്നും പറയാനുള്ള മര്യാദയും യോഗ്യതയില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് മോദി. ഇന്ത്യ സർക്കാർ ഇന്ത്യൻ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിൻ്റെ 43ാമത്തെ ഐറ്റമാണ് സംസ്ഥാന സർവകലാശാല. ആ സംസ്ഥാന സർവകലാശാലയ്ക്ക് സംസ്ഥാനം നിയമസഭ നിയമം ഉണ്ടാക്കി. മോദി അംഗീകരിച്ചോ? നിങ്ങളുടെ ഗവർണർ അംഗീകരിച്ചോ? ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചോ? അതിനല്ലേ കോടതി പോയിരിക്കുന്നത്, സുപ്രീം കോടതിയിൽ. എന്നിട്ട് വേറൊരാൾ BJPയുടെ പ്രകൃതി പറയുകയാണ് എന്താണ് കിബി എന്തോ കുഴപ്പം കാണിച്ചു, സുപ്രീം കോടതി എന്തോ പറഞ്ഞു. സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ച് കേസെടുത്തിരിക്കുകയാണ് കേട്ടാ. ഇന്ത്യയുടെ ഭരണഘടനാ ബെഞ്ചിന് കേസെടുത്തുകൊണ്ട് പറയുകയാണ് ഇന്ത്യ രാജ്യത്തെ ഇപ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് രണ്ടും രണ്ടാണ്. അതുകൂടെ കൂട്ടിയിട്ട് ഒറ്റ കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ? 2018 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജനറൽ ഗവൺമെൻറ് ഡെപ്റ്റ് എന്നുള്ള ഒരു വ്യവസ്ഥ, അതിനെതിരായിട്ടുള്ള കേസാണത്. ഇതൊന്നും മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കാൻ കഴിവില്ലാത്തവർ നിങ്ങൾ ദയവായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കണം. എന്താ സുപ്രീം കോടതിയിലെ കേസ്? ശരി, അനിൽകുമാർ, ഒരു കാര്യത്തിൽ വ്യക്തത വേണം. നോർക്കയുടെ സെക്രട്ടറി ഡെപ്യൂട്ടേഷനിൽ പോയാൽ അവിടെ ആളെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം മറ്റൊരു വകുപ്പിലെ സെക്രട്ടറിക്ക് നമ്മൾ ഒരു അധിക ചുമതല കൊടുക്കുന്നതിനാണ്. കാര്യങ്ങൾ നേരെ നടത്തിയാൽ പോരെ? അല്ല, ഇത് നേരായ വഴി തന്നെയാണ് നടത്തുന്നത്. നിങ്ങൾ പബ്ലിക്കിനോട് പറയുകയാണ് നോർക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വകുപ്പ് മാത്രമാണ്. ഏത് പോയിന്റിലാണ് ബന്ധപ്പെടേണ്ടത് എന്ന് ആളുകളെ അറിയിക്കുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഈ IAS ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട നിയമപ്രകാരം പ്രവർത്തിക്കും.
ബന്ധപ്പെട്ട നിയമം എന്താണ്? അത് നമ്മുടെ രാജ്യത്തെ നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, ഇവിടുത്തെ നിയമവ്യവസ്ഥകളുണ്ട്. വിദേശ രാജ്യത്തെ കാര്യത്തിലാണെങ്കിൽ അത് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് എഴുതും. ഇവിടെ തന്നെ ഒരു വിദേശകാര്യ സഹമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ആ സഹമന്ത്രി എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശയാത്ര പോണു, അതിനെതിരായിട്ട് ഇവിടെ പത്രസമ്മേളനം നടത്തി. എഴുതി കൊടുത്ത അനുവാദം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഭാഗമായി വിദേശത്ത് പോകുമ്പോൾ അതിനെതിരായി പത്രസമ്മേളനം. തൻ്റെ വകുപ്പിൽ നടക്കുന്നത് പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാവുന്ന കാര്യത്തിലേ ഉള്ളൂ, മലയാളിയായ മനുഷ്യന്മാർക്ക് ഇപ്പോൾ കർണാടകത്തിൽ ബുദ്ധിമുട്ട് വന്നു. എന്താണ് മലയാളിയുടെ വില എന്ന് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കുന്ന കർണാടകത്തില്ലാത്ത കാര്യം എന്തിനു കേരളത്തിൽ? കർണാടകത്തിൽ ഇല്ലാത്ത പലതും കേരളത്തിൽ വേണം. കാരണം കർണാടകത്തിൽ അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലയും മലയാളിയുടെ വിലയും ഒരേ വില തന്നെയാണ്. ഇന്ത്യക്കാരൻ്റെ വിലയാണെങ്കിലും മലയാളി എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വില, നമ്മളുടെ വില അത്ര നിസ്സാരമല്ല എന്ന് മലയാളി വിചാരിക്കുന്നത് കർണാടകത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരികെ. ശ്രീ RS രാജീവ്, നിങ്ങൾ പറയുന്ന ഒരു വാദപ്രകാരവും പ്രശാന്ത് പത്മനാഭൻ നിയമവിദഗ്ധൻ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വാദപ്രകാരവും തത്വങ്ങൾ പ്രകാരവും കേരളത്തിൽ നോർക്ക പ്രശ്നമാണ്. നോർക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാത്ത വിദേശത്തുള്ള മലയാളികളുടെ കാര്യങ്ങൾ നോക്കുന്ന വകുപ്പാണ്. ഒരു വകുപ്പാണ്, അതിന് സെക്രട്ടറിയും മന്ത്രിയും ഒക്കെ ഉണ്ട്, ചുമതലയുള്ള ആളുകളുണ്ട്. റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രിയുണ്ട്. അതൊക്കെയും പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഈ കേന്ദ്രത്തിൻ്റെ അധികാരങ്ങളിലെ കടന്നുകയറ്റമല്ലേ? ഈ രണ്ട് രീതിയിൽ, അതായത് എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്, അത് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയല്ലേ ഉചിതം? അജിംസെ, ആദ്യം അതിനു മുമ്പ് ഒരു കാര്യം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം കൊണ്ട് എന്ത് നേടിയെന്ന് കേട്ടു. ഈ രാജ്യത്തെയും ലോകത്തെയും ജനങ്ങൾ വളരെയധികം കരുത്തോടുകൂടി കണ്ട രണ്ട് നേതാക്കളായിരുന്നു ഈ വകുപ്പുകൾ കേന്ദ്രീകരിച്ച. ഒന്ന് ശ്രീ സുഷമ സ്വരാജും അതോടൊപ്പം തന്നെ ശ്രീ ജയശങ്കർജിയും. ഈ രാജ്യത്ത് അല്ലാതെ വെറുപ്പിൻ്റെ ഭാഷയിലല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ കണ്ട രണ്ട് വ്യക്തികളായിരുന്നു ശ്രീ സുഷമ സ്വരാജും ജയശങ്കർ. അതാദ്യം ശ്രീ അനിൽകുമാർ മനസ്സിലാക്കണം. രണ്ട്, ഈ രാജ്യം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് അമേരിക്കയിലായിരുന്നാലും UAE-യിലായിരുന്നാലും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഒരു ജനവിഭാഗം നിൽക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധസമയത്ത് പാകിസ്ഥാനിലെ കുട്ടികൾ പോലും ഇന്ത്യയുടെ ദേശീയ പതാക ഏന്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ വിജയമാണ്. അത് അംഗീകരിക്കാൻ അനിൽകുമാർ കണ്ടുപഠിച്ചിട്ടുള്ളത് പിണറായി വിജയനെ പോലെ ധാർഷ്ട്യവും അഹങ്കാരവും, നിങ്ങളുടെ പാർട്ടിയുടെ ഘടകകക്ഷികൾ പോലും പറയുന്ന ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള ഒരു നേതാവിനെ നിങ്ങൾ കണ്ടുപഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷയിലും അതേ വരൂ. ഇവിടെ സൂചിപ്പിച്ചത് എന്താ? ഇവിടെ നടന്ന, നിങ്ങൾ അടുത്ത പറഞ്ഞു വി മുരളീധരൻ അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ശിവശങ്കരൻ എന്തിനകത്ത് കിടന്നു? ഇനി ഉക്രൈൻ സമയത്ത് കള്ളക്കടത്ത് നടന്നത് എന്ന് പറഞ്ഞത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. കോടതി പോലും അത് കണ്ടെത്തിയിരിക്കുന്നു. നയതന്ത്ര ചാനൽ വഴിയാണ് കോടതി പോലും കണ്ടെത്തിയിരിക്കെ വി മുരളീധരൻ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ചോദ്യമല്ലേ? അല്ല, അതിന്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ള പാർട്ടി കോടതിയായിരിക്കും. അതിന്റെ മുഴുവൻ തെളിവുകളും പാർട്ടി കോടതി. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി കോടതി വെക്കുമല്ലോ. അപ്പോൾ CPM-ന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് കിടന്ന ഒരു കള്ളക്കടത്തുണ്ട്, പാർട്ടി കോടതിയുടെ വിധിയായിരിക്കും ശ്രീ അനിൽകുമാർ പറഞ്ഞു. അങ്ങനെയല്ല, ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയല്ല ആ കള്ളക്കടത്ത് നടത്തിയത് എന്ന് വാദിച്ചത് വി മുരളീധരൻ. അന്ന് അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. കോടതി പോലും കണ്ടെത്തിയിരിക്കും. പിന്നെ എന്തിനാണ് മുരളീധരൻ അത് പറഞ്ഞത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ? അദ്ദേഹം കൃത്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വാദം നടക്കുകയല്ലേ, അത് അതിനുശേഷം കൃത്യമായിട്ട് തെളിയിക്കാം. അല്ല, കേന്ദ്ര സർക്കാരിന്റെ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് അത് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി എന്നാണ്. എന്നിട്ട് പോലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറയുന്നു അങ്ങനെയല്ല എന്ന്. അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? അല്ല, വി മുരളീധരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ബൈറ്റ് ഉണ്ട്. ഇരിക്കട്ടെ. ഇവിടെ വിഷയം ഏതാ? ഇവിടെ വിഷയം നോർക്ക പരാജയമാണെന്നെങ്കിൽ ശ്രീ അനിൽകുമാർ സമ്മതിക്കണ്ടേ? ഇവിടെ നോർക്ക പരാജയമാണെന്ന് സമ്മതിക്കണ്ടേ? കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് സമ്പത്തിരുന്നല്ലോ. എന്ത് റിലേഷന് വേണ്ടി ഉണ്ടായിരുന്നത്? സമ്പത്ത് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഇരുന്നില്ലേ? എന്ത് റിലേഷൻ കേരളത്തിനകത്ത് നടന്നു? ഇപ്പോൾ KV തോമസ് ഇരിക്കുന്നു, എന്ത് റിലേഷൻ നടക്കുന്നു? കേരള ഹൗസുമായി ബന്ധപ്പെട്ട് എന്ത് റിലേഷൻ നടക്കുന്നു? അപ്പൊ ഇതൊക്കെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ശ്രീ അനിൽകുമാർ സമ്മതിക്കണ്ടേ? ആ പരാജയമുള്ളത് കൊണ്ടാണല്ലോ പുതിയൊരാളെ വെച്ചിരിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നോർക്കയും റെയിൽവേ വകുപ്പും അതിനൊരു മന്ത്രിയും അതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണോ രാജീവ്?
ഞാൻ നോർത്ത് കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ മന്ത്രി റെയിൽവേ മന്ത്രിയുടെ കാര്യത്തിനകത്ത് റെയിൽവേ മന്ത്രി ഇവിടെ നിയമം ഉണ്ടാക്കുന്നില്ലല്ലോ. റെയിൽവേ മന്ത്രാലയത്തിൽ റെയിൽവേ മന്ത്രി എന്താ, റെയിൽവേ മന്ത്രിയുടെ എന്ത് ചുമതലയുണ്ട്? റെയിൽവേ മന്ത്രി ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാ. നോർക്ക നിയമം നിർമ്മിക്കുന്നില്ലോ. നോർക്കയും റെയിൽവേ മന്ത്രിയും അവർ നിയമനിർമ്മാണം നടത്തുന്നതല്ല, അവർ കാര്യങ്ങൾ ചെയ്യുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് എന്റെ ചോദ്യം. അല്ല, നോർക്ക ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് നോർക്ക എസ്റ്റാബ്ലിഷ് ചെയ്തു? എന്തിന്റെ പേരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു? അതുകൂടെ അജിൻസ് പറയണം. അല്ല, നോർക്ക പ്രവർത്തിക്കുന്നത് വിദേശത്തുള്ള മലയാളികൾക്ക് വേണ്ടിയാണ്. അത് വിദേശകാര്യമാണ്. നിങ്ങൾക്ക് തടയാവുന്നതല്ലേ? അങ്ങനെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തടയാവുന്ന കാര്യമല്ലേ? എന്തുകൊണ്ട് തടയുന്നില്ല? അവരെങ്ങനെ നോർക്കയുടെ പ്രവർത്തനം, നോർക്കയുടെ അഡ്മിനിസ്ട്രേഷൻ പവർ എന്താ? നോർക്ക ആരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? വിദേശത്തുള്ള എംബസികളുമായി സഹകരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. വിദേശത്തുള്ള എംബസികളുമായി സഹകരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതേ സഹകരണം എന്ന വാക്കാണ് വാസുകിയെ നിയമിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ഫോറിൻ കോ ഓപ്പറേഷൻ, ഫോറിൻ അഫയേഴ്സ് എന്നല്ല. മനസ്സിലാകും എന്താ ഇവരുടെ പവർ? എന്തൊക്കെയാണ് അജിൻസേ ഇവരുടെ പവർ? എന്താണ് പവർ? ആ പവർ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആണോ അതോ ലെജിസ്ലേറ്റീവ് പവർ ആണോ? ലെജിസ്ലേറ്റീവ് പവർ അല്ല. ലെജിസ്ലേറ്റീവ് പവർ ആണെന്ന് എവിടെയും പറയുന്നില്ല. ആ പവർ റെയിൽവേ മന്ത്രിക്കോ ആ പവർ നോർക്കയ്ക്കോ വാസുകിക്കോ ഒന്നുമില്ല. അവർ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവരുടെ പവറുകൾ എന്തൊക്കെയാണെന്ന് പറയണ്ടേ? ഞാൻ ഇന്നത് ചെയ്യും, എനിക്ക് ഇന്ന ബന്ധമുണ്ട്. ആ ഉത്തരവ് പൂർണ്ണമായി വായിച്ചാൽ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് അവരുടെ കൺകറൻസോട് കൂടി മാത്രമേ അവർക്ക് കാര്യം ചെയ്യാവൂ. അല്ലാതെ അത് നോർക്കയ്ക്കോ അങ്ങനെ ചെയ്യാവൂ? അതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് നിയമനം? അല്ല, ശരിക്കും ബി ജെ പിയുടെ പ്രശ്നം എന്താണ്? ശരിക്കും ബി ജെ പിയുടെ പ്രശ്നം എന്താണ്? ഇവരെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നുള്ള നിങ്ങളുടെ ആരോപണമാണോ ശരി? അതല്ല, ഇവർക്ക് പകരം നോർക്കയിൽ ആളെ നിയമിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. എന്താണ് നിങ്ങളുടെ വാദം? എന്താണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ നോർക്കയിൽ ആളെ നിയമിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കേൾക്കുന്ന ഒറ്റ ചോദ്യം, നോർക്ക പരാജയമാണോ എന്നാണ് കേട്ടത്. നോർക്ക പരാജയമാണോ എന്നാണ് കേട്ടത്. ഡോക്ടർ വാസുകിയെ വെക്കുമ്പോൾ വാസുകിയുടെ നിയമനം തെറ്റെന്തിനാണ് ബി ജെ പി പറയുന്നത്? അത് ഭരണഘടനാ ലംഘനമാണെന്ന് തന്നെയാണ് പറയുന്നത്. ശക്തമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ്. അത് ഭരണഘടനയെ നിന്ദിക്കലാണെന്ന് 100% പറയും. ശരി, ശ്രീ നൌഷാദ് അലി, ഇവിടെ രാജീവ് വാദിക്കുന്ന ഒരു കാര്യം, നോർക്കയെ മുൻനിർത്തി നോർക്ക പരാജയമാണെന്ന് തെളിയിക്കുകയാണ് വാസുകിയുടെ നിയമം എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ വാസുകിയുടെ നിയമനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ പ്രശാന്ത് പത്മനാഭൻ പറയുന്നത് പ്രകാരം ഭരണഘടനാ തത്വങ്ങളിൽ ഈ നിയമനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ വരികയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ നോർക്ക എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഒരു വിദേശത്തുള്ള മലയാളികൾക്ക് വേണ്ടി ഒരു കാര്യം ഒരു സംസ്ഥാനം ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. എത്ര വർഷമായി, പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. മലയാളികളെ സംബന്ധിച്ച അനിവാര്യമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ദൈനംദിനം അനിവാര്യമായ ഡിപ്പാർട്ട്മെന്റാണ്. റെയിൽവേയുടെ ചുമതലയുള്ള ഒരു മന്ത്രിയുള്ള സംസ്ഥാനമാണോ കേരളം? അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിച്ചാൽ കേരളം ഇത്രയും നാളും വ്യത്യസ്ത സർക്കാരുകൾ, നിങ്ങളുടെ സർക്കാർ ഉൾപ്പെടെ ഭരണഘടനാ ലംഘനം നടത്തുകയായിരുന്നു. അജിംസ, ഇവിടെ ഭരണഘടനയ്ക്കും നിയമത്തിനും വിധേയമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളൊന്നും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ശരിയല്ല. ഇവിടുത്തെ ചോദ്യം ഇത് മാത്രമാണ്. ഇതിനൊരു തെറ്റിദ്ധാരണ പരത്തും വിധമുള്ള ആഖ്യായികകളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ മറുപടി നൽകി അതിന് പരിഹാരമുണ്ടാക്കി ഇത്തരത്തിലുള്ള ഉദ്ദേശമല്ല അത് എന്ന് ക്ലിപ്തപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള അന്തിമമായ മറുപടി. പിന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ ബംഗാളിനെ പറ്റി പറയുമ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി അഭയം നൽകുമെന്ന് അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഒരു അവിടുത്തെ ആ നിലവിലുള്ളൊരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അതിനോടൊരു ഐക്യദാർഢ്യമാണ്. ടിയാനൻമെൻ സ്ക്വയറിൽ പണ്ട് നടന്നപ്പോൾ നമ്മൾ അത്തരത്തിൽ ഐക്യദാർഢ്യപ്പെട്ടിട്ടുണ്ട്. ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനയ്ക്ക് അനുകൂലമായി നിന്നവരുമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 1962 ചൈന യുദ്ധം നടന്നപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം നൽകിയതിൻ്റെ പേരിൽ അച്യുതാനന്ദനെ തരം താഴ്ത്തിയൊരു പാർട്ടിയാണ് CPM. വ്യത്യസ്ത നിലപാടുകൾ ഇതിലൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അഫ്ഗാനിൽ നജീബിനെതിരെ അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും സഹായത്തോടുകൂടി മുജാഹിദീനുകൾ പൊരുതിയൊരു കാലത്ത് മുജാഹിദീനുകളൊപ്പം നിന്ന ആളുകളുണ്ട്. ഇന്ത്യ രാജ്യം ഔദ്യോഗികമായിട്ട് നജീബിൻ്റെയും റഷ്യയുടെയും കൂടെയായിരുന്നു. ഇത്തരത്തിലൊക്കെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഈ രാജ്യത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. BJP തന്നെ ഇത്തരത്തിലുള്ള പല നിലപാടുകളും കോൺട്രവേഴ്സിയായിട്ട് ഈ രാജ്യത്ത് വച്ചു പുലർത്തിയിട്ടുണ്ട്. ഭരണഘടന തന്നെ പിന്നെ പൊള്ളയായ ഒന്നാണ്. മനുസ്മൃതി എന്തുകൊണ്ട് മാതൃകയാക്കിയില്ല എന്ന് ചോദിച്ച ആളുകളൊക്കെയാണ് പിൽക്കാലത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർത്തുന്നത്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മിസോറാമിലൊരു മുഖ്യമന്ത്രി
ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ പറയപ്പെടുന്ന എല്ലാ തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾക്കും എതിരായിട്ട് ചിൻ വിഭാഗക്കാർക്ക് മ്യാൻമറിൽ നിന്ന് കടന്നു വന്നപ്പോൾ അഭയം നൽകി അതിനെ ചോദ്യം ചെയ്ത കേന്ദ്ര സർക്കാരിനോട് മറുത്ത് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അവസാനം കേന്ദ്രം പിൻവലിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരിടങ്ങളിൽ ചില രൂപത്തിലും മറ്റൊരിടത്തും മറ്റൊരു രൂപത്തിലൊന്നും ആവുന്നത് ശരിയല്ല. അതൊക്കെ അതത് കാലത്ത് രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികളുടെ നിയമത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയും അവരുടെ ഇച്ഛാശക്തിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ അർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് ദുർബലമായൊരു സർക്കാരാണ് എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം മിസോറാമിലെ വിഷയം നടന്നിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു സംസ്ഥാനത്തെയും കയറൂരി വിടാൻ പാടില്ല. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കൈകടത്തി അതിക്രമം നടത്താൻ പാടില്ല. ഇവിടെ രണ്ടിലും പരാജയപ്പെട്ടൊരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമനത്തിൽ ആർക്കെങ്കിലും സംശയമോ ഇത്തരത്തിൽ കേരളം ഒരു യൂണിയൻ ലിസ്റ്റിലേക്ക് കടന്നു കയറുന്ന ഒരു സമീപനം എടുക്കുന്നു എന്ന തരത്തിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കേണ്ട ഒരു ബാധ്യത കേരളത്തിനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നേരത്തെ അനിൽകുമാർ ഇപ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന തെരച്ചിലിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചിലതൊക്കെ പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 4 ദിവസമൊക്കെ പാഴായത് ഇത്തരത്തിലുള്ള ചില ദുരഭിമാന പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ടാണ്. ഇതിലൊന്നും ദുരഭിമാനത്തിന് പ്രശ്നമില്ല. കവളപ്പാറയിൽ 11 മലയാളികളെ ഇനിയും കണ്ടെടുത്തിട്ടില്ല. അത് മലയാളികൾ അല്ലാഞ്ഞിട്ടാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊന്നും ഇതിനെ ഒരു വംശീയതയും പ്രാദേശികതയൊക്കെ കൂട്ടിക്കലർത്തി പെരുപ്പിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളെ ദുർവ്യാഖ്യാനം നടത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ നോർക്ക റൂട്ട്സ് ആവട്ടെ, കേരളത്തിൻ്റെ റെയിൽവേ വകുപ്പാകട്ടെ, ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ മാത്രമാണ്. ഇപ്പോൾ നോർക്ക റൂട്ട്സ് എന്താണ് ചെയ്യുന്നത്? വിദേശങ്ങളിൽ തൊഴിൽ തട്ടിപ്പിനിരയാവുന്നവർ, മരിച്ചുപോയവർ, മറ്റ് പ്രശ്നങ്ങൾ നേരിടുന്നവർ, ഒരു പാൻഡമിക് വരുമ്പോൾ കുടുങ്ങിപ്പോയവർ, ഒരു യുദ്ധം വരുമ്പോൾ കുടുങ്ങിപ്പോയവർ, അവരെ തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് സഹായം എത്തിക്കുക, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ലാണ്ട് അവർ ഫോറിൻ അഫയേഴ്സ് എന്നൊരു വാക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കുകയോ ഇന്ത്യയുടെ ഡിപ്ലോമസിയെയോ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെയോ പ്രതിനിധീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ റെയിൽവേയുടെ കാര്യമാവട്ടെ, റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്താ ചെയ്യുന്നത്? പുതിയ റെയിൽ പാതകൾക്കുള്ള സജഷൻസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുക, പ്ലാൻ അയക്കുക, സിൽവർ ലൈൻ പോലുള്ള പുതിയ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുക, അത് നടപ്പാക്കുക, ഇത്തരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം, അതിൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ വരുന്നില്ല, ഓൺലി അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ ഈ പതിറ്റാണ്ടുകളായി തുടരുന്ന കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാരുകൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇതിനു മുമ്പ് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഫ്യൂരിയസ് ആയിട്ട് പ്രതികരിക്കാനുള്ള കാരണം മറ്റു ചിലതാകില്ലേ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യം ലീഗലായിട്ടുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. അതായത് ആർട്ടിക്കിൾ 73 പറയുന്നത് എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ, സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ളത്. Subject to the provisions of this constitution, the executive power of the union shall extend to the matters with respect to which parliament has power to make laws. പാർലമെന്റിന് ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം സെൻട്രൽ ഗവൺമെന്റിന് ഭരണപരമായിട്ടുള്ള അധികാരവും ഉണ്ട്. അടുത്തത് പറയുന്നത് ട്രീറ്റികൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രീറ്റിയോ എഗ്രിമെന്റോ ഒപ്പിടുകയാണെങ്കിൽ അതിൽ നിയമത്തിന്റെ ആവശ്യമില്ല. ആ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ സെൻട്രൽ ഗവൺമെന്റിനാണ്. അതാണ് ആർട്ടിക്കിൾ 73. ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 162 പറയുന്നത് സ്റ്റേറ്റിന് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഭരണപരമായിട്ടുള്ള അധികാരങ്ങളുള്ളത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കൊടുത്തിരിക്കുന്ന നിയമപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഭരണപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്. പിന്നെ പാർലമെന്റ് എന്തെങ്കിലും നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ പാർലമെന്ററി ലോയ്ക്ക് വിധേയമായിട്ട് വേണം സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നു. നോർക്ക എന്ന് പറയുന്നത് ഞാനിപ്പോൾ നോക്കി, അത് ഒരു കമ്പനി, ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് നോർക്ക റൂട്ട്സ്, അത് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ പാർലമെന്ററി ലോയ്ക്കും ബാക്കി നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് വെളിയിലുള്ള ഇന്ത്യ നോൺ റെസിഡൻസ് ഇന്ത്യൻസിന് അതിനകത്ത് കേരളൈറ്റ്സ് ആയിട്ടുള്ളവരെ സഹായിക്കാൻ നോർക്ക എന്ന് പറയുന്ന ഒരു വകുപ്പും നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രൗണ്ട് ഏജൻസിയുമാണ്. അതിന് മന്ത്രിക്ക് ചുമതലയുണ്ട്, അതിന് ഒരു സെക്രട്ടറിക്ക് അതിന്റെ ചുമതലയുണ്ട്, ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക്. അത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയും. സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു, അതിലെ ഭരണപരമായിട്ടുള്ള ചുമതലകളെ വിഭജിച്ചു കൊടുക്കുമ്പോൾ റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്. അതനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് വിധേയമായി നിന്നുകൊണ്ട് സ്റ്റേറ്റുകൾക്ക്
അവരുടെ കീഴിൽ വരുന്ന കാര്യങ്ങളിൽ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ആ നിയമത്തിന് വിധേയമായിരിക്കണമെന്നേ ഉള്ളൂ. ഈ നോർക്ക എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആർട്ടിക്കിൾസും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ഒക്കെ പറയുന്നത് കേന്ദ്ര നിയമങ്ങൾ പാലിക്കാൻ, അത് കുറച്ചുകൂടെ സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ, മലയാളികൾക്ക് തിരിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എളുപ്പമാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എവിടെയാണ് ചാലഞ്ച് ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഏതെങ്കിലും ഒരു പുതിയ കണ്ടീഷൻ വെക്കുക എന്ന് വെക്കുക. കേരള ഗവൺമെന്റ് ഇപ്പൊ കൊറോണ സമയത്ത് ഒരു പുതിയ നിബന്ധന വെക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു നിബന്ധന വെച്ചിരിക്കുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് കേരള ഗവൺമെന്റ് പറയുകയാണ്, കേന്ദ്ര നിയമം എന്തു തന്നെ ആയാലും കേരളത്തിലോട്ട് വന്നിറങ്ങുന്നവർക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കണ്ടീഷൻ വെക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് കോടതി ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേന്ദ്ര നിയമത്തിനെതിരാണ്, കേരള ഗവൺമെന്റിന് അധികാരം ഇല്ലാത്തൊരു വിഷയത്തിൽ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാര്യം, നോർക്ക എന്ന് പറയുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ട്. അതിനെ ഒരു മെമ്മറാണ്ടം ഉണ്ട്, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്ത് കാര്യമാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്? ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ല പ്രശാന്ത്, ഞാൻ വീണ്ടും തിരുത്തുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന വാക്ക് ഉത്തരവിൽ ഉപയോഗിച്ചിട്ടില്ല, എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചു. എക്സ്റ്റേണൽ കോർപ്പറേഷൻ കേരള ഗവൺമെന്റിന് വേറൊരു വിദേശ രാജ്യവുമായിട്ട്, കേരള ഒരു രാജ്യമല്ല, കേരളം ഒരു യൂണിറ്റ് മാത്രമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ എന്നുള്ള ഒറ്റ യൂണിറ്റിനകത്ത് ഒരു സ്റ്റേറ്റ് ആണ്. കേരളത്തിന് ഡയറക്റ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട്? അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്. രണ്ട്, കേന്ദ്രം അതിനകത്ത് പ്രതിഷേധം അറിയിച്ചു. ആ ഉത്തരവിൽ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല, ഒരു തരത്തിലുള്ള നെഗോഷിയേഷനുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദേശ ഡെലിഗേറ്റ് കേരളത്തിലേക്ക് വരികയാണ്. അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അവർ അറിഞ്ഞു തന്നെയാണ് വരുന്നത്. അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ നയതന്ത്രം അവരുടെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചുമതലയും വാസുവിക്ക് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഒരു ഭരണം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒന്നുകിൽ ഒരു നിയമത്തിന്റെ കീഴിൽ നിയമത്തിന്റെ കീഴിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു അതോറിറ്റിയെ നിയോഗിക്കുന്നു. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണെങ്കിൽ നിയമത്തിനകത്ത് വകുപ്പ് അനുസരിച്ചിട്ട് പവർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉണ്ട്. അത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത് ഡെലിഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉണ്ടായിരിക്കണം. ഇതിപ്പോ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് കേന്ദ്രം പ്രതിഷേധം അറിയിക്കുന്നു. കേന്ദ്രം പ്രതിഷേധം അറിയിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നിയമം അറിയാവുന്നവർക്ക് അറിയാവുന്ന ചീഫ് സെക്രട്ടറി പറയുന്നു. ആ ചീഫ് സെക്രട്ടറി പറയുന്ന കാര്യത്തിന് എന്ത് വിലയാണുള്ളത്? ഈ പറയുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുമെന്നല്ല. ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. ഭരണഘടനയിൽ പാർലമെന്റിന് പാസ്സാക്കിയ നിയമങ്ങളിലൊക്കെ ഒരു സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്രത്തിന് ഡയറക്റ്റീവ് കൊടുക്കാം. ആ ഡയറക്റ്റീവ് അനുസരിക്കാൻ ബൈൻഡിങ് ആണ്, സ്റ്റേറ്റുകൾക്ക് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായിട്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ സംസ്ഥാനത്തെ ഭരണഘടനയുടെ വീഴ്ചയായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഫെയിലർ ആയിട്ട് കൂട്ടാം എന്നാണ് ഭരണഘടനയിലെ തന്നെ വകുപ്പ് പറയുന്നത്. വാസുകിയുടെ നിയമനം ഒരു ഭരണഘടനാ ലംഘനമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയ മാത്രമാണോ ചെയ്യുക, അതല്ല കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവശേഷിക്കുന്നു. അതുപോലെ വാസുകിയുടെ നിയമനം എത്രമാത്രം സുതാര്യമാണ്? അത് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ടോ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംശയത്തിന് നിഴൽ പടർത്തിയിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, RS രാജീവ്, KP നൗഷാദ് അലി, പ്രശാന്ത് പത്മനാഭൻ ഇത്രയും സംസാരിച്ചതിന്.